വയനാട് ബത്തേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ കൊലവിളി പ്രസംഗം. മുസ്ലിം ലീഗിന്റെ മയ്യത്ത് ബത്തേരിയിലേക്ക് എടുക്കുമെന്നായിരുന്നു പ്രകോപന പ്രസംഗം. ഡിവൈഎഫ്ഐ വയനാട് മുൻ ട്രഷറർ ലിജോ ജോണിയാണ് ഭീഷണി പ്രസംഗം നടത്തിയത്. ജാമ്യം ലഭിച്ച CPM പ്രവർത്തകർക്ക് സ്വീകരണം നൽകിയ യോഗത്തിലായിരുന്നു കഴിഞ്ഞയാഴ്ച ഈ പ്രസംഗം നടത്തിയത്. വിവരങ്ങളുമായി PS അർജുൻ ഒപ്പം ചേരുന്നു. അർജുൻ, എന്താണ് കൊലവിളി പ്രസംഗത്തിൽ? രാജ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ ഒരു ഭീഷണി പ്രസംഗമാണ് ഡിവൈഎഫ്ഐയുടെ മുൻ വയനാട് ട്രഷറർ ലിജോ ജോൺ മുഴക്കിയത്. അതായത് CPM പ്രവർത്തകരുടെ മേൽ കുതിര കയറാൻ വന്നാൽ മയ്യത്ത് കട്ടിലിന് കാല് പിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വരണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് ലീഗിലെ പ്രാദേശിക നേതാക്കളോട് നടത്തിയിട്ടുള്ളത്. അതായത് പേരെടുത്തു പറഞ്ഞാണ് ഈ വെല്ലുവിളി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജാമ്യം ലഭിച്ചു വന്ന CPM പ്രവർത്തകർക്ക് സ്വീകരണം നൽകുമായിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കൊലവിളി പ്രസംഗം ഇവിടെ ഉയരുന്നത്. കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ ഈ CPM-ഉം അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, കക്ഷവിഷയുണ്ടായിരുന്നു. അത് ഉന്തും തള്ളിലേക്കും വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത ജയിലിൽ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ പുറത്തു വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബത്തേരിയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്, അതായത് മുസ്ലിം ലീഗിന്റെ മയ്യത്ത് ബത്തേരിയിലേക്ക് എടുക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാവ് പറയുന്നു. അത് മാത്രമല്ല, മയ്യത്ത് കെട്ടിന് കാല് പിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വരണം ഇനി വരുന്നുണ്ടെങ്കിൽ എന്നുള്ള ഒരു പ്രസംഗമൊക്കെയാണ്, വെല്ലുവിളി പ്രസംഗമൊക്കെയാണ് എങ്ങനെ നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിനെതിരെയൊക്കെ പരസ്യമായി ആക്രമാഹ്വാനമൊക്കെയാണ് വലിയ രീതിയിൽ നടത്തിയിട്ടുള്ളത്. അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തിനാ തന്നെയും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇത് കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ഇത് ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായും ബത്തേരി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു തട്ടകം കൂടിയാണ്. ഇവിടെ കൃത്യമായി തന്നെ CPM അവിടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്തവണയും ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു ഇവരുടെ വിഭ്രാന്തിയാണ് ഇതിനുള്ള കാരണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കളും അതുപോലെ തന്നെ അവിടെയുള്ള പ്രാദേശിക നേതാക്കളൊക്കെ പറയുന്നത്. കൃഷ്ണരാജ്.